ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനുജി. നമ്മൾ ഇതിനു മുമ്പ് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 7 പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നതിൻ്റെ തുടർച്ചയാണ്. അതിൽ തുടക്കത്തിൽ നിന്ന് 2 പദങ്ങൾ പഠിക്കാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന 2 ചെറുപദങ്ങൾ, THIS ദിസ്, THAT ദാറ്റ്. ദിസ് ദാറ്റ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന, അപ്പോൾ ഈ 2 പദങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. അർത്ഥം ഇത് അത് എന്നാണെങ്കിലും ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന 2 പദങ്ങളാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ പറയുന്നതാണ് ദിസ് ആൻഡ് ദാറ്റ്. അപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരിതിനെ തൊട്ടുകൊണ്ട് വേണമെങ്കിൽ പറയാം. തൊട്ടടുത്ത് നിൽക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ദിസ് ഉപയോഗിക്കുന്നത്. ദൂരെയുള്ളിടത്തേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മളൊന്നിങ്ങനെ ചൂണ്ടി പറയും, അവിടെയാണ് ദാറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് രാജു, ഇത് രാജുവാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് രാജു, ഇത് രാജുവാണ്. അതേപോലെ തന്നെ ദൂരത്തേക്കാണെങ്കിൽ ദാറ്റ്സ് വീണ, അത് വീണയാണ്. ദാറ്റ്സ് വീണ, ദാറ്റ് ഈസ് എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ദിസും ഈസും കൂടി ചെറുതാക്കാൻ പറ്റില്ല. എപ്പോഴും എഴുതുമ്പോഴും പറയുമ്പോഴും ദിസ് ഈസ് എന്നേ പറയുള്ളൂ. അതേസമയം ദാറ്റ് ഈസ് എന്നുള്ളത് സംസാരിക്കുമ്പോൾ ചുരുക്കാൻ പറ്റും. എഴുതുമ്പോൾ വേണമെങ്കിൽ ദാറ്റ് ഈസ് എന്ന് പറയാം, പറയുമ്പം ദാറ്റ് ഈസ് എന്നുള്ളത് ചുരുങ്ങിയിട്ട് ദാറ്റ്സ്. സോ ദിസ് ഈസ് ഓർ ദിസ് ഈസ് ഗോപി ആൻഡ് ദാറ്റ്സ് വീണ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ദിസും ദാറ്റും വ്യക്തികൾക്ക് മാത്രമല്ല, പുസ്തകങ്ങൾക്ക്, അതായത് വസ്തുക്കൾക്കൊക്കെ ഉപയോഗിക്കാം. ദിസ് ഈസ് എ ബുക്ക്, that's a pen. This is a dog, that's a cat. അപ്പം പക്ഷികൾക്കും മൃഗങ്ങൾക്കും വസ്തുക്കൾക്കും മനുഷ്യർക്കൊക്കെ ദിസും ദാറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തുടക്കത്തിൽ ആദ്യത്തെ ഒരു സെൻറ്റൻസിൽ മാത്രമേ ദിസ് ഉപയോഗിക്കുള്ളൂ. പിന്നെ നമ്മൾ വ്യക്തികളാണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ ഹി, സ്ത്രീകളാണെങ്കിൽ ഷീ എന്ന് ഉപയോഗിക്കും. വസ്തുക്കളാണെങ്കിൽ ആ ദിസിനും ദാറ്റിനും പകരം ഇറ്റാണ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് രാജു, ദിസ് ഈസ് രാജു, ഹി ഈസ് മൈ ഫ്രണ്ട്. ദിസ് ഈസ് രാജു, ഹി ഈസ് മൈ ഫ്രണ്ട്. ആദ്യം നമ്മൾ ഇത് രാജു ആണെന്ന് പറഞ്ഞു, പിന്നെ വീണ്ടും ദിസ് ആവർത്തിക്കില്ല, ഹി ഈസ് മൈ ഫ്രണ്ട്. ഓർ ദിസ് ഈസ് റീന, ദിസ് ഈസ് റീന, ഷീ ഈസ് മൈ ഫ്രണ്ട്. അപ്പം പുരുഷന്മാരാണെങ്കിൽ ഹി, പിന്നെ സ്ത്രീകൾ ഷീ. അത് ദിസ് ആദ്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആവർത്തിക്കുമ്പോൾ. ഇനി വസ്തുക്കളോ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ദാറ്റ്സ് എ ഡോഗ്, ദാറ്റ്സ് എ ഡോഗ്, അതൊരു നായയാണ്. ഇറ്റ്സ് എ ബിഗ് ഡോഗ്, അതൊരു വലിയ നായയാണ്. അപ്പോൾ രണ്ടാമത് പറയുമ്പോൾ ഇറ്റാണ് ഉപയോഗിക്കുക. ഇത്രയുമാണ് ദിസും ദാറ്റിനെ കുറിച്ച് ഇപ്പം അറിയേണ്ടത്. ഇതിനെക്കുറിച്ച് വിശദമായൊരു ക്ലാസ് ഉണ്ട്, കാരണം ഇത് അത്രയധികം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ തുടർച്ചയിലേക്ക് പോവുകയാണ്. 7 പദങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രധാനപ്പെട്ട 7 പദങ്ങൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു, ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചു. ഇനിയും ഈ പദങ്ങൾക്ക് തന്നെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ വ്യത്യസ്ത രൂപങ്ങൾ. ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു എന്ന് പറഞ്ഞാൽ നീ എന്നാണ് നമ്മൾ പഠിച്ചത്. നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ നേരത്തെ പഠിച്ചു വെച്ചു. ഇനി ഇതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നിൻ്റെ, നിനക്ക്, നിന്നോട് എന്നൊക്കെ പറയുമ്പോൾ ഇതേ ഒരു പദത്തിൻ്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതിനെ വേണമെങ്കിൽ ഇതിനെ കേസ് എന്ന് പറയും, വിഭക്തി. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ ഗ്രാമാറ്റിക്കൽ ടേംസ് ആണ്, ആവശ്യമുള്ളവർ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ പഠിച്ച ഐ, വി, യു, അതൊക്കെ പ്രൊനൗൺസ് എന്ന് വിളിക്കും, സർവനാമം എന്ന് വിളിക്കും. അതിനെ അതിനെ നമ്മൾ സാധാരണ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പൊസസീവ് കേസാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. പൊസസീവ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ട് എന്തൊക്കെയുണ്ടെന്ന് പറയാനാണ്. അപ്പോൾ ഈ 7 പദങ്ങൾക്കും അതിൻ്റെ ഒരു പൊസസീവ് കേസ് ഉണ്ട്. നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്കി അതിൻ്റെ ആ പദങ്ങളുടെ അർത്ഥം അറിയുക, ആ പദങ്ങൾ അറിയണം, അർത്ഥം അറിയണം, അത് പ്രയോഗിക്കാൻ അറിയണം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, എൻ്റെ, MY, മൈ, എൻ്റെ. ദിസ് ഈസ് മൈ ബുക്ക്, ഇതെൻ്റെ പുസ്തകമാണ്. ദിസ് ഈസ് മൈ ഹൗസ്, ഇതെൻ്റെ വീടാണ്. ദിസ് ഈസ് മൈ സിസ്റ്റർ, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മൈ എന്ന വാക്ക്. ഇനി തൊട്ടടുത്തത് വി ആണ്. വി എന്ന് പറഞ്ഞാൽ 2 അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചു.
ഞങ്ങൾ, നമ്മൾ. ഇവിടെയും അതുപോലെ രണ്ടർത്ഥമുണ്ട്. ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ. അപ്പം ദിസ് ഈസ് അവർ ഹൗസ് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ വീടാണെന്നും പറയാം, ഇത് നമ്മുടെ വീടാണെന്നും പറയാം സന്ദർഭം അനുസരിച്ച്. ആൻഡ് ദിസ് ഈസ് അവർ ഫാമിലി, ഇത് ഞങ്ങളുടെ കുടുംബമാണ്. ഇങ്ങനെ അവർ ഉപയോഗിക്കാം. ഓ യു ആർ അവർ, നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ. ഇനി അടുത്തത് യു. യു എന്ന പദത്തിന് നേരത്തെ നമ്മൾ മൂന്നർത്ഥം പഠിച്ചു വെച്ചിട്ടുണ്ട്. നീ, നിങ്ങൾ, താങ്കൾ. അപ്പം ഇവിടെയും മൂന്നർത്ഥം അറിഞ്ഞിരിക്കണം. നിന്റെ, നിങ്ങളുടെ, താങ്കളുടെ. ഈ മൂന്നർത്ഥത്തിലും യുവർ എന്ന പദം ഉപയോഗിക്കാം. ദിസ് ഈസ് യുവർ സിസ്റ്റർ, ദിസ് ഈസ് യുവർ സിസ്റ്റർ, ഇത് നിന്റെ സഹോദരിയാണ്. ദിസ് ഈസ് യുവർ ബാഗ്, ഇത് നിങ്ങളുടെ ബാഗാണ്. ഇങ്ങനെ ഈ അർത്ഥത്തിൽ യുവർ ഉപയോഗിക്കാം. ഇനി തൊട്ടടുത്തുള്ളത് THEY, ദേ. ദേയുടെ അർത്ഥം നിങ്ങൾക്കറിയാം, അവർ, അവ എന്നൊക്കെയാണ്. അതായത് വ്യക്തികൾക്കും വസ്തുക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അവിടെ അതിൻ്റെ പൊസസീവ് കേസ് എന്ന് പറയുന്നത് ദർ ആണ്. THEIR, ദർ. ദർ മീൻസ് അവരുടെ അല്ലെങ്കിൽ അവയുടെ എന്നാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദർ ഹൗസ്, ദിസ് ഈസ് ദർ ഹൗസ്, ഇത് അവരുടെ വീടാണ്. മറ്റൊരു എക്സാമ്പിൾ, ദിസ് ഈസ് ദർ ഫെദർ, ഇത് അവയുടെ തൂവലാണ്. എന്തിൻ്റെയെങ്കിലും പക്ഷികളുടെയൊക്കെ തൂവലിന് പറയുമ്പം ഫെദർ എന്ന്. ദിസ് ഈസ് ദർ ഫെദർ, ഇത് അവയുടെ തൂവലാണ്. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും അവരുടെ, അവയുടെ എന്നർത്ഥത്തിൽ ദർ ഉപയോഗിക്കാം. ഇനി ഹീ ആണ്. ഹീക്ക് നമ്മൾ നേരത്തെ മൂന്നർത്ഥം പഠിച്ചു വെച്ചിട്ടുണ്ട്. അവൻ, അയാൾ, അദ്ദേഹം. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നർത്ഥം പഠിക്കുന്നു. അവൻ്റെ, അയാളുടെ, അദ്ദേഹത്തിൻ്റെ. അപ്പം ഞാൻ പറയുകയാണ് ദിസ് ഈസ് ഹിസ് ബാഗ്, ഇത് അവൻ്റെ ബാഗാണ്. ദിസ് ഈസ് ഹിസ് മൊബൈൽ, ഇത് അയാളുടെ മൊബൈലാണ്. അപ്പം അയാളുടെ, അവൻ്റെ, അദ്ദേഹത്തിൻ്റെ എല്ലാം അർത്ഥത്തിൽ ഹിസ് എന്ന പദം ഉപയോഗിക്കാം. ഇനി ഷീ എന്ന പദത്തിന് രണ്ടർത്ഥം നമ്മൾ പഠിച്ചു. അവൾ എന്നും ബഹുമാന സൂചകമായിട്ട് അവർ എന്നും. അപ്പം ഇവിടെ നമുക്ക് അവളുടെ, അവരുടെ ഈ രണ്ടർത്ഥത്തിലും ഉപയോഗിക്കാവുന്ന പദം ഹെർ ആണ്. HER, ഹെർ. ഷീയുടെ പൊസസീവ് കേസ് ഹെർ ആണ്, HER. അപ്പം അവളുടെ എന്ന് വരും. അപ്പം ദിസ് ഈസ് ഹെർ ബ്രദർ, ദിസ് ഈസ് ഹെർ ബ്രദർ, ഇത് അവളുടെ സഹോദരനാണ്. ദിസ് ഈസ് ഹെർ സ്കൂൾ, ഇത് അവളുടെ സ്കൂളാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഹെർ ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് ഇറ്റ്. ഇറ്റിൻ്റെ പൊസസീവ് കേസ് ഇറ്റ്സ് എന്നാണ്, ITS. അവിടെ മുകളിൽ ഇങ്ങനെ ഒരു അപ്പോസ്ട്രോഫി ഒന്നും ഇടില്ല. ആ മുകളിൽ ഇങ്ങനെ ഇടുന്ന ആ ഒരു ചിഹ്നത്തിനാണ് നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയാം. അതില്ല, അതില്ലാതെയാണ് പറയുന്നത്. അതിട്ട് കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും. അപ്പം നമ്മൾ അതില്ലാതെ ദിസ് ഈസ് ഇറ്റ്സ് ഹെഡ്. ഇപ്പോൾ ഒരു നായയുടെയോ പട്ടിയുടെയോ ഒക്കെ നമ്മൾ പറയുമ്പോൾ ദിസ് ഈസ് ഇറ്റ്സ് ഹെഡ്, ഇത് അതിൻ്റെ തലയാണ്. ഇറ്റ്സ് ഹെഡ്, ഇറ്റ്സ് ബ്രെയിൻ. അപ്പം ഇറ്റ്സ് ഫേസ്, ഇത് അതിൻ്റെ. അപ്പം അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് ഉപയോഗിക്കാനാണ്. നമ്മൾ നേരത്തെ ഇറ്റിന് അത് ഇതെന്ന് പഠിച്ചല്ലോ. അപ്പം അതിൻ്റെ പൊസസീവ് കേസിലും ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്നർത്ഥം കിട്ടും. അപ്പം അതുപോലെ വ്യക്തികളാവുന്ന സമയത്ത് നമ്മളിപ്പം സാബു എന്ന് പറയുകയാണ്. അപ്പം സാബുവിൻ്റെ എന്നെങ്ങനെയാണ് പറയുക? സാബു എന്ന് എഴുതുമ്പോൾ സാബു എന്ന് എഴുതിയിട്ട് നേരത്തെ പറഞ്ഞ ചിഹ്നം മുകളിലിടണം. അതിന് അപ്പോസ്ട്രോഫി എന്ന് പറയും. ആ ചിഹ്നം ഇട്ടിട്ട് ഒരു S ചേർത്താൽ മതി. ചിഹ്നം ഇടാതെ പറഞ്ഞാൽ അർത്ഥം മാറിപ്പോവും. സാബു എന്ന് പറഞ്ഞാൽ സാബു, ചിഹ്നിടാതിട്ട സാബൂസ് എന്ന് എഴുതി കഴിഞ്ഞാൽ സാബുമാർ എന്നർത്ഥം കിട്ടും. ഇവിടെ നമ്മൾ സാബുവിൻ്റെ എന്ന് പറയാനാണ് ഒരു അപ്പോസ്ട്രോഫി. അപ്പം സാബൂസ്, സാബുവിൻ്റെ. റീനാസ്, റീനയുടെ. വീണാസ്, വീണയുടെ എന്നൊക്കെ അർത്ഥം വരും. അപ്പം നമ്മളിപ്പോൾ ഈ 7 പദങ്ങളും 7 പദങ്ങളുടെ പൊസസീവ് കേസും പറഞ്ഞു. അതൊന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു നോക്കുക. ഐ, മൈ, വി, അവർ, യു, യുവർ, ദേ, their, he, his, she, her, it, its. വ്യക്തികൾ വരുമ്പം സാബൂസ്, മോഹൻസ്, ലീലാസ് ഇങ്ങനെ പോകുന്നു. അപ്പം നമ്മളിന്ന് പൊസസീവ് കേസ് പഠിച്ചു. ഇനി എന്തൊക്കെയാണ് നമ്മൾ പറയാം? നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്ക്, ഇതെൻ്റെ വീടാണെന്ന് ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് എൻ്റെ വീടാണ്. ദിസ് ഈസ് മൈ ഹൗസ്. ഇത് നിൻ്റെ വീടാണ്. ദിസ് ഈസ് യുവർ ഹൗസ്. ഇത് ഞങ്ങളുടെ വീടാണ്. ദിസ് ഈസ് അവർ ഹൗസ്. ഇത് അവരുടെ വീടാണ്. ദിസ് ഈസ് ദർ ഹൗസ്. ഇത് അവൻ്റെ വീടാണ്. ദിസ് ഈസ് ഹിസ് ഹൗസ്. ഇത് അവളുടെ വീടാണ്. ദിസ് ഈസ് ഹെർ ഹൗസ്. അതുപോലെ ഇത് അതിൻ്റെ വീടാണ്. ദിസ് ഈസ് ഇറ്റ്സ് ഹൗസ്. ഇത് സാബുവിൻ്റെ വീടാണ്. ദിസ് ഈസ് സാബൂസ് ഹൗസ്.
ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെ പൊസസീവ് കേസ് എന്നൊക്കെ വിളിക്കും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബേജാറാവേണ്ട. ഇപ്പോൾ അതിൻ്റെ അർത്ഥം പഠിക്കുക, അതിൻ്റെ പ്രയോഗം പഠിക്കുക. ക്ലിയർ? ഇത് പഠിച്ചോ എന്നറിയാൻ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ്, ഒരു ട്രാൻസ്ലേഷൻ തരികയാണ്. അപ്പം ഞാൻ ഈ പറയുന്ന ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് അവൻ്റെ മൊബൈലാണ്, ഇത് അവൻ്റെ മൊബൈലാണ്. അപ്പോൾ അതിൽ പുതിയൊരു പദം എന്ന് പറയുന്ന മൊബൈൽ മാത്രമാണ്. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക, MOBILE, മൊബൈൽ. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ അത് നിൻ്റെ തെറ്റാണ്, അത് നിൻ്റെ തെറ്റാണ്. അപ്പോൾ തെറ്റാണ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മിസ്റ്റേക്ക് എന്നാണ് വാക്ക്, MISTAK. അപ്പം മിസ്റ്റേക്ക് എന്നൊരു പുതിയ പദം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതി വയ്ക്കുക. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ഭൂമിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? LAND, ലാൻഡ്. അപ്പം ലാൻഡ് എന്ന പദം എഴുതി വെക്കുക. അതുപോലെ അത് അവളുടെ വളയാണ്, വള. അപ്പം സ്ത്രീകളൊക്കെ കൈകളിടുന്ന വള. അപ്പം വളയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? ബാങ്കിൾ, BANGLE, ബാങ്കിൾ. ഇത് അവളുടെ വളയാണ്. അതുപോലെ ഇത് എൻ്റെ നാടാണ്, നാട്. നമ്മൾ നാടെന്ന് പറയുമല്ലോ, എൻ്റെ നാട്. നാട് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ് PLACE, പ്ലേസ് എന്നാണ്. പ്ലേസിന് സ്ഥലം എന്ന അർത്ഥമുണ്ട്, നാട് എന്ന അർത്ഥമുണ്ട്. ഇനി അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അതുപോലെ ഇത് സീമയുടെ പുസ്തകമാണ്, ഇത് സീമയുടെ പുസ്തകമാണ്. പുസ്തകത്തിന് എല്ലാവർക്കും അറിയാമല്ലോ, ബുക്ക്, BOOK, ബുക്ക്. അവസാനമായിട്ട് ഇത് അതിൻ്റെ വാലാണ്. ഇപ്പം മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് അതിൻ്റെ വാലാണ്. വാലിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? TAIL, ടെയിൽ, വാല്. വേറൊരു ടെയിൽ ഇംഗ്ലീഷിലുണ്ട്, TALE. അതിന് സ്റ്റോറി എന്നാണ് അർത്ഥം. ഇപ്പം ഇത് മാത്രം അറിഞ്ഞു വയ്ക്കുക, TAIL, ടെയിൽ. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടവരെല്ലാം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്കൊക്കെ ഇത് എത്തിക്കുക. അവർക്കിതൊരു ക്രമത്തിൽ ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. So thank you very much for watching this video. Goodbye till we meet again.